കണ്ണുനീർ വാർത്തുകൊണ്ടുള്ള പ്രതിമയെ ഒന്ന് സങ്കല്പിച്ചു നോക്കിക്കേ. ഇത് അക്കിത്ത മാതാവിൻ്റെ കഥയാണ്. ആയിരത്തി 1963 ജപ്പാനിലെ അക്കിത്തായിൽ അക്കിത്ത മാതാവിൻ്റെ പ്രതിമ കൊത്തിയെടുക്കപ്പെട്ടത്. ആ പ്രതിമ 1975 ജനുവരി 4 കണ്ണുനീർ പൊഴിക്കാൻ തുടങ്ങിയിട്ട് 1981 സെപ്റ്റംബർ 15 വരെ 101 പ്രാവശ്യം കണ്ണുനീർ വാർത്തു. ജപ്പാൻ അതികഠിനമായ ക്ഷാമത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിലും ഉഴലുന്ന കാലഘട്ടം. അവിടുത്തെ ജനം ഒരു നേരത്തെ ഭക്ഷണത്തിനും ജോലിക്കുമായി അലയുന്നു. വിശ്വാസരാഹിത്യം അവിടെ വർദ്ധിച്ചു. കൂദാശകൾ വെറും ആചരണങ്ങൾ മാത്രമായി. ഈ സ്ഥിതിവിശേഷങ്ങളുടെ നടുവിൽ വിശ്വാസികളുടെ രക്ഷയ്ക്കായി ജപ്പാനിലെ അക്കിത്ത എന്ന ഗ്രാമത്തിലെ ഒരു കോൺവെൻറ്റ് ചാപ്പലിലെ തിരുസ്വരൂപത്തിൽ നിന്നും സിസ്റ്റർ ആഗ്നസ് സാസാഗാവ വിവിധങ്ങളായ അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഈ സിസ്റ്ററിനൊരു പ്രത്യേകതയുണ്ട്. ബധിരത തൻ്റെ കാതിനെ ബാധിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, മറ്റു പല അസുഖങ്ങളുമുണ്ട്. ഇങ്ങനെയുള്ള ഒരവസരത്തിൽ ദിവികാരുണ്യ സഭയിലെ അംഗമായ സിസ്റ്റർ ആഗ്നസ് ഒരു സ്വർഗീയ പ്രകാശത്താൽ കോൺവെൻറ്റിലെ ചാപ്പലിലേക്ക് ആനയിക്കപ്പെടുന്നു. അപ്പോൾ അവിടെയുണ്ടായിരുന്ന സർവ്വജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൻ്റെ വലത് കൈയിലൊരു മുറിപ്പാട്, അതിൽ നിന്നും രക്തം ഒഴുകുന്നു. ഇത് കണ്ട ആഗ്നസ് അത്ഭുത സ്തബ്ധയായി. രൂപത്തിന് പെട്ടെന്ന് ജീവൻ വെച്ചു. അത് സംസാരിക്കാൻ തുടങ്ങി. സിസ്റ്ററിൻ്റെ ബധിരത താൻ പൂർണ്ണമായും മാറ്റിത്തരാം. കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെ ഈ തിരുസ്വരൂപം കണ്ണീരൊഴുക്കുന്നു, രക്തമൊഴുക്കുന്നു, വിയർപ്പൊഴുക്കുന്നു. 101 തവണയാണ് ഈ തിരുസ്വരൂപത്തിൽ നിന്നും കണ്ണുനീർ താഴേക്ക് പതിച്ചത്. 1931 ബുദ്ധമത വിശ്വാസിയായി ജനിച്ച സിസ്റ്റർ ആഗ്നസ് സാസാഗാവ പിന്നീട് തൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കത്തോലിക്ക വിശ്വാസത്തെ പുൽകി. ദീപികാരുണ്യ സഭാംഗമായ സിസ്റ്ററിന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുസ്വരൂപത്തിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിക്കാൻ തുടങ്ങി. ഒരിക്കൽ മാലാഖമാർ സിസ്റ്റർ ആഗ്നസിനെ ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ സമയം ദേവാലയത്തിലെ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം വളരെ പ്രകാശിച്ചു. തിരുസ്വരൂപത്തിൻ്റെ വലത് കൈവെള്ളയിൽ ഒരു മുറിവ് പ്രത്യക്ഷപ്പെട്ടു. അതിൽ നിന്നും രക്തം ഒഴുകി. അതുപോലെ തന്നെ കുരിശാകൃതിയിലുള്ളൊരു മുറിവ് സിസ്റ്റർ ആഗ്നസിൻ്റെ കയ്യിലുമുണ്ടായി. ഇതിൻ്റെ അർത്ഥമെന്തെന്ന് സിസ്റ്റർ ആഗ്നസ് മാലാഖയോട് ചോദിച്ചു. അപ്പോൾ മാലാഖ പറഞ്ഞു, ഇത് പാപികളുടെ മാനസാന്തരത്തിനും പശ്ചാത്താപത്തിനുമുള്ള അടയാളമാണ്. അമ്മ ആഗ്നസിനോടായി പറഞ്ഞു, സഹനത്തിലൂടെയും അനുസരണത്തിലൂടെയും എനിക്ക് പ്രിയങ്കരിയായ കുഞ്ഞെ, ഈശോ സത്യമായും ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. ആ ദർശനത്തിന് ശേഷം സിസ്റ്റർ ആഗ്നസിന് തൻ്റെ കേൾവിശക്തി തിരിച്ചു കിട്ടി. കന്യകാമറിയത്തിൻ്റെ ദർശനങ്ങൾ അനുഭവിച്ച സിസ്റ്റർ ആഗ്നസ് സാസാഗാവ പ്രാർത്ഥനയും മാനസാന്തരവും ആവശ്യപ്പെടുന്ന അനേകം സന്ദേശങ്ങൾ കേട്ടു. ഒരിക്കൽ സിസ്റ്റർ ആഗ്നസ് രോഗശയ്യയിലായിരുന്നപ്പോൾ കാവൽമാലാഖ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഫാത്തിമായിൽ അമ്മ നൽകിയ പോയിൻ്റ് ഈശോയെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന കൂടുതലായി ചൊല്ലണം. ജപമാലയുടെ ഓരോ രഹസ്യങ്ങളുടെയും ലാസ്റ്റിൽ അത് ചൊല്ലണം. മാതാവ് ഏറെ വേദനയോടെ പങ്കുവെച്ച ഒരു സന്ദേശമാണ് 10 കൽപ്പനകളും ലംഘിക്കുന്നവരുടെ സംഖ്യ ഈ ഭൂമിയിൽ ഏറി വരുന്നു എന്നുള്ളത്. പാപകരമായ ജീവിതത്തിൻ്റെ അപകടങ്ങൾ മുതലായവയെക്കുറിച്ച് അമ്മ മുന്നറിയിപ്പ് നൽകി. മനുഷ്യർ തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കണം, അല്ലെങ്കിൽ പണ്ടുണ്ടായ വെള്ളപ്പൊക്കത്തേക്കാൾ അതികഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും.
എന്ന് പരിശുദ്ധ മാതാവ് തൻ്റെ രക്തക്കണ്ണീരിലൂടെ മനുഷ്യരാശിക്ക് മുന്നറിയിപ്പ് നൽകി. ആകാശത്തു നിന്നും അഗ്നിമഴ വർഷിക്കപ്പെടും. അത് ഭൂമിയിലുള്ള ഒരു പറ്റം ജനതകളെ തുടച്ചു മാറ്റും. അതിനുശേഷം ജീവിച്ചിരിക്കുന്നവരുടെ സ്ഥിതി വളരെ വേദനാജനകമായിരിക്കും. അവർ മരിച്ചവരെ ഓർത്ത് അസൂയപ്പെടുമെന്നും അമ്മ മുന്നറിയിപ്പ് നൽകി. അപ്പോൾ ജപമാലയായിരിക്കട്ടെ നിങ്ങളുടെ ആയുധം. പള്ളികളും അൾത്താരകളും അവഹേളിക്കപ്പെടും. ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ആത്മാക്കൾക്കെതിരെ പിശാച് അതീവ കോപത്തോടെ അലറി അടുത്തു വരും. നിരവധി ആത്മാക്കളുടെ നഷ്ടം. അതാണ് എൻ്റെ സങ്കടം. മനുഷ്യകുലം ഇനിയും പശ്ചാത്തപിച്ചില്ലെങ്കിൽ ആരും ഇതുവരെ നേരിടാത്തത്ര വലിയ ശിക്ഷ പിതാവായ ദൈവം ഭൂമിയിലെ മനുഷ്യരുടെ മേലയക്കും. ഇതിനെയെല്ലാം നേരിടുവാൻ ദിവസവും ജപമാല ചൊല്ലുക. അമ്മ അക്കിത്തയിൽ പ്രവചിച്ച പല സന്ദേശങ്ങളും അന്വർത്ഥമായി കൊണ്ടിരിക്കുന്നതിന് നമ്മൾ ഇക്കാലത്ത് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. വർഷങ്ങളുടെ അന്വേഷണങ്ങൾക്ക് ശേഷം ബിഷപ്പ് ജോൺ ഷൂജിറോട്ടോ 1984 അക്കിത്ത മാതാവിനോടുള്ള വണക്കം അംഗീകരിച്ചു. തൻ്റെ ഇടയലേഖനം വഴി ഈ പ്രത്യക്ഷീകരണത്തിന് അദ്ദേഹം സ്ഥിരീകരണവും നൽകി. 1988 ബെനഡിക്ട് 16 മാർപ്പാപ്പ കർദിനാൾ ആയിരിക്കെ അക്കിത്തയിലെ മരിയൻ പ്രത്യക്ഷീകരണങ്ങൾക്ക് അംഗീകാരവും നൽകി. അക്കിത്തയിൽ പരിശുദ്ധ മറിയത്തിൽ നിന്ന് സ്വർഗത്തിൻ്റെ സന്ദേശം ലഭിച്ച സിസ്റ്റർ ആഗ്നസ് തൻ്റെ 93 വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. ജപ്പാനിലെ അക്കിത്ത എന്ന ആ കൊച്ചു സ്ഥലത്ത് 3 അടി മാത്രം വലിപ്പമുള്ള പരിശുദ്ധ അമ്മയുടെ ആ തിരുസ്വരൂപത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണീരും രക്തവും വിയർപ്പും ധാരാളം സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അടയാളങ്ങളും മുന്നറിയിപ്പുകളും ലഭിച്ചിട്ടും അവയെല്ലാം അവഗണിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജപമാലയാകുന്ന ആയുധം മുറുകെ പിടിച്ച് അമ്മയുടെ കണ്ണീരിന് നമുക്ക് മറുപടി നൽകാം. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.